ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇതെന്താണെന്നറിയോ? ഇത് നല്ല അടിപൊളി ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. വെറും ഓറഞ്ച് ജ്യൂസ് അല്ല കേട്ടോ, നമ്മൾ വെറും പഞ്ചസാരയും ഓറഞ്ചും ഇട്ടിട്ട് അടിക്കുമല്ലോ, അങ്ങനെയുള്ളതല്ല കേട്ടോ. ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. നല്ല സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസാണ് ഇത്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാട്ടോ, എൻ്റെ അടുത്ത് നല്ലതാ ഓറഞ്ച് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര പുളിയാണ് കേട്ടോ ഗെയ്സ്. അപ്പോൾ എന്നെ കടക്കാർ പറ്റിച്ചിട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികളൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് സ്പെഷ്യലായിട്ടും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അവരാണ് കേട്ടോ. അവരാണ് തൊലിയൊക്കെ കളഞ്ഞു തരുന്നത് കേട്ടോ. ഞാനല്ല കേട്ടോ, എന്നെ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് മിക്സിയിൽ ഇടുന്നത് കേട്ടോ. പിന്നെ മോള് സ്കൂളിൽ വന്ന ടൈം വേണേ. അപ്പോൾ അവൾ എന്തെങ്കിലും കുടിക്കും വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചായൻ്റെ പേരെ ഞാൻ ഇങ്ങനെ ജ്യൂസ് അടിക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ ഞാനിതാ ഓറഞ്ചൊക്കെ തൊലി കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. തണുത്ത വെള്ളമാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അത്ര തണുപ്പാക്കിയിട്ടില്ല കേട്ടോ വെള്ളം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ പഞ്ചസാര എന്താ ഇടാത്ത നിങ്ങൾ വിചാരിക്കട്ടോ. പക്ഷേ നമ്മൾ നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് അടിച്ചെടുത്താലില്ലേ, നമ്മളെ കുരുവൊക്കെ അടിച്ചെടുത്ത് കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ കയ്പ്പ് അധികം മിക്കവാറും ഉണ്ടാക്കിയാൽ കയ്പ്പ് ഉണ്ടായിരിക്കും, ആളുകൾ പറയുന്നുണ്ട്. പിന്നെ ഓറഞ്ച് ജ്യൂസ് അപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റും, പക്ഷേ കുറച്ച് നേരം എടുത്തേക്കാനൊന്നും പറ്റില്ല, കയ്പ്പ് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ട്രിക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മളില്ലേ പഞ്ചസാരയൊന്നും ഇടാതെ അടിക്കുക കേട്ടോ. ഇത് അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കുക. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ആഡാക്കുന്നത്. അപ്പോൾ തൊട്ടോ ഞാൻ ഒക്കെ അരിച്ചെടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഗെയ്സ്. അപ്പോൾ അതുപോലെ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് അല്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെത്. അപ്പോൾ ഞാനിത് വീണ്ടും ഈ മിക്സിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഒഴിക്കണം എന്നൊന്നുമില്ല, പകുതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് ഒരു പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് ഇന്ത്യയിൽ പുളി കാരണം ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം. ഒരു 2-3 സ്പൂണോളം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ ഗൈസ് പിന്നെ 2 സ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പാൽപ്പൊടി ഇട്ടാലോ പാലിട്ടാലൊക്കെ എന്താണെന്ന് വെച്ചാൽ, പക്ഷേ പാൽപ്പൊടി ഇട്ടിട്ട് അടിച്ചൊക്കെ കിട്ടും, നല്ല കട്ടിയും നല്ല പതഞ്ഞിട്ടൊക്കെ വരും കേട്ടോ. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തൊട്ട് ഗൈസ് അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നത് കാണിക്കാം കേട്ടോ. നല്ല ചെറുതായിട്ട് നല്ല കട്ടിയുണ്ട്, പിന്നെ പതഞ്ഞ് വന്നിട്ട് നല്ല മേലൊക്കെ പത വന്നിട്ട് നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായൻ്റെ പകരമൊക്കെ ഇങ്ങനെ പെട്ടെന്നൊക്കെ അടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. 5 മിനിറ്റും കൂടി വേണ്ട കേട്ടോ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സംഭവം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് കയ്പ്പൊന്നും വരില്ല, അല്ലെങ്കിൽ കഴിച്ച് ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെ വ്യത്യാസമായിരിക്കും കേട്ടോ. അങ്ങനെ ഇത് കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. അവർക്ക് വീണ്ടും വീണ്ടും കുടിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മോളിതാ കുടിക്കുന്ന, പിന്നെ മോനിക്കും കൊടുത്തു, അവനക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.